നിർഭയ കേസിന് ശേഷം രാജ്യത്തെ നടുക്കിയ മറ്റൊരു സംഭവമാണ് ഈ കഴിഞ്ഞ ആഴ്ച കൊൽക്കത്തയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ തൊഴിലിടങ്ങളിൽ സ്ത്രീ സുരക്ഷ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിന് ഈ സ്ത്രീകളുടെ മേൽ എത്രത്തോളം താല്പര്യമുണ്ട്, രാജ്യത്തിന് എന്ന് പറയുമ്പോൾ ആഭ്യന്തരപരമായിട്ട് രാജ്യത്ത് സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണ് അവരുടെ തൊഴിലിടങ്ങളിൽ എന്നുള്ളതാണ് നമ്മളിപ്പോൾ കൊൽക്കത്തയിൽ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട യുവ ഡോക്ടർ എന്ന് പറയുമ്പോൾ അവർ PG സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. 15 മണിക്കൂറത്തെ തുടർച്ചയായ അധ്വാനത്തിന് ശേഷം വിശ്രമിക്കാൻ ലേശം പോലും സ്ഥലമോ ഇടമോ സാഹചര്യമോ ഇല്ലാതെ അവർ അവശയായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ തന്നെ ഉള്ള ഒരു താൽക്കാലിക ജീവനക്കാരൻ ഇവരെ ബലാത്സംഗം ചെയ്തു മൃഗീയമായി കൊല്ലുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നത്. ഇത് നിർഭയ കേസ് നമ്മൾ എടുത്ത് പറയേണ്ടി വന്നു എന്ന് പറയുന്നത് 2012 ഡിസംബർ 16 നിർഭയ കേസ് ഡൽഹിയിലുണ്ടായത്. അതും ഏറ്റവും നീചമായ പൈശാചികമായ ഒരു സംഭവമായിരുന്നു. അത് ലോകം മൊത്തം തന്നെ ഇന്ത്യക്ക് ക്ഷീണം നൽകിയതാണ്. ഇന്ത്യയെ ലജ്ജാകരമായൊരു സാഹചര്യത്തിലെത്തിയതാണ്. അതിനെ തുടർന്നുള്ള ഒരു സംഭവം. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം രാജ്യം നൽകുന്നു എന്നൊക്കെ പറഞ്ഞതും എല്ലാം നിയമ നടപടികളും നിലപാടുകളും വന്നു. കോടതിയൊക്കെ തന്നെ വളരെയധികം സീരിയസായ വളരെയധികം ഗൗരവതരമായ ശിക്ഷ ഇത്തരത്തിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതിനെതിരെ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടും ഇപ്പോൾ ഇതാ ഈ കൽക്കട്ടയിൽ ഈ യുവതി ഇത്തരം മൃഗീയമായി, യുവതി എന്ന് പറയുന്നതിലുപരി അവർ തൊഴിലിടത്താണ്, അവർ PG ഡോക്ടറാണ്, PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന അസൈൻമെൻറ്റിൻ്റെ ഭാഗം, പഠനത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഇത്രയും അധിക നേരം അവർ ജോലി ചെയ്ത് അധ്വാനിച്ച് അവശയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന ഒരു അവസ്ഥ ഏറ്റവും കൂടുതൽ രാജ്യത്തെ തന്നെ ലജ്ജാകരമാക്കി മറ്റു ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പോലും ഇത് വാർത്തയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്ത്രീ സുരക്ഷ എത്രത്തോളം ഗൗരവത്തോടുകൂടിയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും രാജ്യത്താകമാനം എത്രത്തോളം സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ജനമനസ്സിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മളിത് പറയുമ്പോൾ, ഇത് കൽക്കട്ടയിൽ നടന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാജ്യവ്യാപകമായി PG ഡോക്ടർമാരും ഡോക്ടേഴ്സിൻ്റെ സംഘടനയും എല്ലാം തന്നെ വലിയ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. അവരുടെ ആവശ്യമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ ഡോക്ടേഴ്സിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടേഴ്സിന് അവരുടെ ഫ്രറ്റേണിറ്റിക്ക് സുരക്ഷിതത്വം നൽകുന്നതിന് ഓർഡിനൻസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിക്ക് നേരിട്ടും സംഘടനാപരമായിട്ടും പലരും ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രത്യേകിച്ചൊരു നിലപാടെടുത്തിട്ടില്ല. കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഓർഡിനൻസ് ഇറക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴും ആ ഡിമാൻഡ്, അവരുടെ ശക്തമായ ഡിമാൻഡും പ്രക്ഷോഭവും എല്ലാം രാജ്യവ്യാപകമായി സംസ്ഥാന തലങ്ങളിലും ജില്ലാ തലങ്ങളിലും എല്ലായിടത്തും രാജ്യവ്യാപകമായി നടക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. ഇത് ഏറ്റവും മനസ്സിനെ എല്ലാ മനുഷ്യരുടെയും ഒരു മാന്യമായി ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യർക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നതിൽ ഉപരിയായിട്ടുള്ളൊരു വലിയൊരു ക്രൂരതയാണ്, പൈശാചികതയാണ് ഈ ഡോക്ടർക്കെതിരെ നടന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തുന്നത്. ഇത് നമ്മൾ പറയുമ്പോഴും ഇപ്പോഴും അത് ബംഗാൾ ഗവൺമെൻറ് പോലും അതിൽ പ്രതിയാക്കപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വാർത്തകൾ ആ രീതിയിലേക്കാണ് പോകുന്നത്. നമ്മളിത് പറയുമ്പോൾ കേരളത്തിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ കൂടി പറയേണ്ടിയിരിക്കുന്നു. ഒന്ന്, കഴിഞ്ഞ വർഷം, അതായത് 2023 മെയ് 10 ഡോക്ടർ വന്ദന എന്ന് പറഞ്ഞിട്ട് ഒരു യുവ ഡോക്ടർ, അവരന്ന് ഹൗസ് സർജൻ ആയിരുന്നു. അവരും അതുപോലെ രാത്രി ഒറ്റയ്ക്ക് ഡ്യൂട്ടിയിൽ OPയിൽ നിൽക്കുമ്പോൾ ഒരു അക്രമിയായിട്ടുള്ള ഒരു മദ്യപൻ, ആ മദ്യപനെ പോലീസ് കൊണ്ടുവരുന്നു, ഡോക്ടറുടെ അടുത്ത് കാണിക്കുന്നു. അവിടെ ടേബിളിലുണ്ടായിരുന്ന സർജിക്കൽ സിസേഴ്സ് എടുത്ത് മൃഗീയമായി ഈ യുവതിയെ കൊന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നടന്ന സംഭവം. ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഈ കൊട്ടാരക്കരയിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്നതാണ് ഇത്രയും പൈശാചികമായ സംഭവം. ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടപ്പോൾ നമ്മൾ ഇതുപോലുള്ള പ്രക്ഷോഭം കേരളത്തിലുണ്ടായി. അന്നും ഇതുപോലെ കേരളത്തിൽ ഇത്തരം ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഡോക്ടർമാർക്ക് സുരക്ഷിതത്വം വേണം, തൊഴിലിടങ്ങളിൽ സുരക്ഷിതരായിരിക്കണം എന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം പുരുഷനായിട്ടുള്ള ഒരു ഡോക്ടറെയും പേഷ്യൻ്റ് കൈകാര്യം ചെയ്തു, മാൻ ഹാൻഡിൽ ചെയ്തു, ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിലൊരു ഓർഡിനൻസ് സംസ്ഥാന തലത്തിലോ
കേന്ദ്ര സർക്കാരിൻ്റെ തലത്തിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. നമ്മൾ ഇത് സുരക്ഷിതത്വം നൽകണം എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെയും കൂടെ ആവശ്യമാണ്, സർക്കാരിൻ്റെ ആവശ്യമാണ്, ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഡോക്ടർമാരെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അവരുടെ എല്ലാ നല്ല നല്ല നിമിഷങ്ങളെയും ബലി കഴിപ്പിച്ചുകൊണ്ട് മറ്റു ജനത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിനും അവരുടെ സുഖത്തിനും അവർക്ക് നല്ല രീതിയിലുള്ള സുഖം പ്രാപിക്കുക എന്നുള്ളതിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പെട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അർപ്പിതരായിട്ടുള്ള ഒരു സമൂഹമാണ്. അവർക്ക് സുരക്ഷിതത്വം നൽകേണ്ടത് എന്ത് പറഞ്ഞാലും ഒരർത്ഥത്തിലും ഒരു കോംപ്രമൈസും ചെയ്യാതെ അവർക്ക് വേണ്ടി സുരക്ഷിതത്വം ഒരുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്, പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ്. ഇത് അന്ന് നമ്മൾ ഈ കാര്യങ്ങൾ നിർഭയ കേസിൻ്റെ കാര്യം പറഞ്ഞു. കൽക്കട്ടയിലെ ഇപ്പോഴത്തെ ഈ സംഭവം ഇതിപ്പം രാജ്യം വ്യാപകമായി ഇപ്പോഴും പ്രക്ഷോഭം നടക്കുന്നു എന്നുള്ളതാണ് ഇതിന് പ്രസക്തി. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഡോക്ടർ വന്ദനയുടെ കാര്യം കൂടെ പറഞ്ഞത്. വന്ദനയുടെ മരണത്തിന് ശേഷം 3-ാം ദിവസം മുഖ്യമന്ത്രി അവിടെ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അത് അന്നത്തെ വാർത്തകൾ, ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തകളുടെ പിന്നിൽ പറഞ്ഞിരുന്നത് പോലീസിൻ്റെ പിടിപ്പുകേട്, മദ്യപിച്ച് ലക്കുകെട്ട് വയലൻ്റായി നിൽക്കുന്ന, അക്രമിയായി നിൽക്കുന്ന ഒരാളെ ഒരു ഡോക്ടറുടെ മുന്നിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു പോലീസുകാർ പാലിക്കേണ്ട ഒരു നടപടിക്രമവും അദ്ദേഹത്തിന് വിലങ്ങ് വയ്ക്കുകയോ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിനെ ബന്ധനസ്ഥനാക്കി അവിടെ എത്തിക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ ഡോക്ടർ വന്ദനയുടെ മുന്നിൽ ഈ അക്രമിയെ കൊണ്ട് തള്ളിവിടുകയും അവൻ യുവതിയെ കൊല്ലുകയും ചെയ്യുന്ന, മൃഗീയമായി കൊല്ലുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രി 3 ദിവസം കഴിഞ്ഞ് സന്ദർശിച്ചിട്ട് പറഞ്ഞത്, കാരണം അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടെ ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ പോലീസിങ് ലോകം മൊത്തം അംഗീകരിക്കപ്പെട്ടതാണ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പോലീസിങ് ആണ് എന്ന് ഭംഗ്യന്തരേണ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടർ വന്ദനയ്ക്ക് സംഭവിച്ച ക്രൂരതയെ അപലപിക്കുന്നതിന് പകരം അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് പോലീസിനെ ന്യായീകരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. നമ്മൾ ഇത് പറയേണ്ടി വന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കാം, അന്നേ എടുക്കാം. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, കഷ്ടിച്ച് ഈ മെയ് മാസം 10-ാം തീയതി ആയപ്പോഴേക്കും 1 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇത് രാജ്യവ്യാപകമായി ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതുപോലും അസമയത്തങ്ങളാണ് ഇത് നടക്കുന്നത്. ഈ ഡോക്ടർമാരുടെ തൊഴിലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർക്ക് സമയത്തിന് അതീതമായും ഒക്കെ അവരുടെ ജീവിതം അർപ്പിക്കപ്പെട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഈ സാഹചര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ മറ്റൊരു വശം കൂടി പറയാൻ നിർബന്ധിതരാകുകയാണ്. ഡോക്ടർമാർക്ക് സുരക്ഷിതത്വം നൽകുന്നതിന് ഓർഡിനൻസ് നിർബന്ധമായും കൊണ്ടുവരണമെന്ന് രാജ്യത്ത് ആകമാനമായിട്ടും നിർബന്ധമായും കൊണ്ടുവരണമെന്ന് നമ്മൾ പറയുമ്പോഴും ഡോക്ടർമാരുടെ ഇടയിൽ ചിലരിൽ നിന്നും പാളിച്ചകൾ സംഭവിക്കുന്നു, കൈപ്പിഴ സംഭവിക്കുന്നു. അത്തരം കേസുകൾ കൂടി പൊതുജനത്തിന് അഭിപ്രായമായിട്ട് വരുന്നുണ്ട്. അത്തരം കേസുകളിൽ ഒരിക്കലും തന്നെ ഡോക്ടർമാർക്കെതിരെ കൈപ്പിഴ സംഭവിച്ച, അനാസ്ഥ സംഭവിച്ച് ബലികഴിക്കപ്പെട്ട, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾ സ്തംഭിച്ചു പോകുന്ന അവസ്ഥയിലുള്ള നിരവധി പേഷ്യൻസ് ഉണ്ട്, നിരവധി രോഗികളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അത്തരക്കാരുടെ പരാതികൾ കൂടെ ഈ പറഞ്ഞ ഓർഡിനൻസിൽ പരിഗണിക്കുന്നതിനുള്ള ഒരു വകുപ്പ് കൊണ്ടുവരണം എന്നുകൂടെ കമൻറ്റ് ബോക്സിലേക്ക് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഡോക്ടർമാരുടെ കൈപ്പിഴ കൊണ്ടോ അവരുടെ അനാസ്ഥ കൊണ്ടോ ഉണ്ടാകുന്ന സംഭവങ്ങൾ പലപ്പോഴും അന്വേഷിക്കുന്നത് തന്നെ ഡോക്ടർമാരുടെ അതേ ഫ്രറ്റേണിറ്റിയിൽ, അവരുടെ സമൂഹത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരിക്കൽ പോലും അത്തരത്തിൽ പൊതുസമൂഹത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഡോക്ടറുടെയൊക്കെ അനാസ്ഥ കൊണ്ടുണ്ടായിരിക്കുന്ന പാളിച്ചകൾ മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ഒരിക്കലും അത് ഈ പറഞ്ഞ വിക്ടിമിന് അനുകൂലമായുള്ളൊരു തീരുമാനം ഒരിക്കലും അന്വേഷണ റിപ്പോർട്ടിൽ വരാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് പ്രത്യേകം എടുത്തു പറയുമ്പോൾ, കേരളത്തിൽ കേരള പോലീസിൻ്റെ പോലീസ് കംപ്ലയിൻറ്റ് സെൽ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. പോലീസുകാരുടെ എക്സസസ്, അവരുടെ അതിക്രമങ്ങൾ, അവരുടെ അനാവശ്യമായിട്ടുള്ള പൊതുജനത്തിനോട് കുതിര കയറുന്ന പോലീസുകാരുടെ കുറിച്ചുള്ള പരാതികൾ നൽകാൻ പോലീസ് കംപ്ലയിൻറ്റ് സെല്ലുണ്ട്. ഒരു ജസ്റ്റിസിൻ്റെ കീഴിലാണ് അത് കംപ്ലയിൻറ്റ് സെല്ലുള്ളത്. അതുപോലെ ഈ ഡോക്ടർമാരുടെ പക്ഷത്തു നിന്നും ഉണ്ടാകുന്ന പാളിച്ചകൾ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ നിയതമായ രീതിയിൽ
ജനത്തിന് ശരിക്കൊരു ആശ്വാസം നൽകുന്ന, ജനത്തിന് അല്ലെങ്കിൽ ഡോക്ടർമാർ അത്തരത്തിൽ കൈപ്പിഴകൾ അനാസ്ഥയും ഉണ്ടാകരുത്, ഉണ്ടായാൽ തന്നെ അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു സാഹചര്യം കൂടെ ഇവിടെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പോലീസ് കംപ്ലയിൻറ്റ് സെല്ലിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളിത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹചര്യം കൂടെ പരിഗണിക്കണം എന്ന് പറയുന്നു. പക്ഷേ നിർബന്ധമായും സ്ത്രീകൾക്ക് തൊഴിലിടത്ത് സുരക്ഷിതത്വം നൽകുക എന്നുള്ളത് ഒരു ഒരു സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഉത്തരവാദിത്വമാണ് എന്നുകൂടെ പറയുന്നു. ഇത് നമ്മൾ ഇന്ന് ഈ കമൻറ്റ് ബോക്സിൽ ഇത് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറയണം. ഇപ്പോൾ ഏറ്റവും ഇവിടെ കേരളത്തിൻ്റെ മനസാക്ഷിയെ ആകെ തന്നെ പിടിച്ചുലച്ചിരിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതും തൊഴിലിടത്ത് സ്ത്രീകൾ, അതായത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അണിയറയിൽ അനുഭവിക്കുന്ന വിവേചനവും അക്രമവും ലൈംഗിക അരാജകത്വവും ഒക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ കൽക്കട്ടയിൽ ഏറ്റവും നീചമായി പൈശാചികമായി പീഡിപ്പിച്ച് കൊല്ലപ്പെട്ട ഒരു കേസിനെ കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്തത്.